എന്റെ PR വർക്ക് അതായത് നമ്മുടെ PR ചെയ്ത് ഞങ്ങളുടെ കല്യാണം ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കി തരണമെന്ന് ആരുടെങ്കിലും നിങ്ങൾ ഒരാളടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയുകയോ ഈ പറഞ്ഞ ആ സ്പെസിഫിക് യൂട്യൂബർ പറഞ്ഞ അങ്ങനെയാണ് നിങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു നിർത്തി എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയുക ഗുണ്ടകളെ വെച്ച് അല്ല ഗുണ്ടായിസം കാണിച്ചു എന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയോ എല്ലാവരും കൂടെ നമുക്കറിയത്തില്ലായിരുന്നു ആ ലിസ്റ്റ് തന്നത് എന്തിനാന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിലായിരുന്നു ഒരു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയത്തില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും അതിന് വേണ്ടിയിട്ടാണ് ആ പാസ് അടിച്ചത് പാസ് കണ്ടായിരുന്നാണല്ലോ ഇല്ലേ അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാസ് പക്ഷേ ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും രാഹുലാണ് ഹാൻഡിൽ ചെയ്ത് പിന്നെയാണ് നിങ്ങൾ ചോദിച്ച ലിസ്റ്റിന്റെ കാര്യം എന്താന്ന് നമുക്ക് ഭയങ്കര വിഷമമായി പോയി നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാവരും എനിക്ക് അറിയാം പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അല്ലേ പേഴ്സണലായിട്ട് ഒരു അടുപ്പുള്ള ഒരാളാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല അതിന് ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ് ഞാനാണ് എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞത് നിങ്ങൾ വരണം നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ വിളിച്ചേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു നമ്മൾ എത്ര നാളായിടോ നമ്മൾ കാണാൻ ഇല്ല എന്നെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് നിങ്ങളാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രശ്നം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ കല്യാണമായി നമ്മുടെ തലയിലേ വരും മീഡിയക്ക് ഒരു ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ട് മീഡിയക്ക് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല എന്റെ അറിവിൽ അത് ഭക്ഷണത്തിന് ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ നിങ്ങൾ ആരും കഴിച്ചില്ലാന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് കല്യാണത്തിന് സാധനം കൊടുക്കാറുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള ഇതുമായിട്ട് ഞങ്ങൾക്ക് മീഡിയക്ക് പ്രത്യേക സ്ഥലം തരാറുണ്ട് ജിപിയുടെ കല്യാണത്തിനായാലും അങ്ങനെയായിരുന്നു ഞങ്ങൾ അങ്ങനെ വിചാരിച്ച ഇത്രയും മീഡിയ വന്നത് പക്ഷെ മഴ നനഞ്ഞിട്ട് പോലും ഞങ്ങളെ അവിടെ പോലും നിർത്തുന്നുണ്ടായിരുന്നില്ല ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എന്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്ന് ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാന്നും പറഞ്ഞ് എനിക്ക് രാജേട്ടൻ അയച്ചതാണ് രാജേട്ടന് അല്ലേ നമ്മുടെ രാജേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത് ഇന്ന് ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങൾ അങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ മൂന്നാമതൊരാൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് PR വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാളും ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നെന്ന് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത് കാരണം നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് ശരിയാവോ അത് പറയണത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു